ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. പുതിയ ഒരു കൊല്ലവർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മലയാള വർഷം ആരംഭിച്ചു. കൊല്ലവർഷം 1200. അപ്പോൾ ഈ പുതിയ വർഷത്തിൽ ഓരോ നക്ഷത്രത്തിലും ജനിച്ച ആളുകൾക്കുണ്ടാകുന്ന സാമാന്യമായ അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത്. ഇന്ന് നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ സാമാന്യ ഫലങ്ങൾ നോക്കാം. അതായത് മലയാള വർഷം കണക്കാക്കുമ്പം ചിങ്ങം മുതൽ കർക്കടകം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ ഗ്രഹമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോഴ് ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം മിഥുനത്തിലേക്ക് മാറുന്നു 2025. അതുപോലെ തന്നെ ശനി 2025 കുംഭം രാശിയിൽ നിന്ന് മീനത്തിലേക്ക് മാറുന്നു. രാഹു കേതുക്കൾക്കും 2025 സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടെ കണക്കാക്കി ഗ്രഹ സഞ്ചാരങ്ങളൂടെ കണക്കാക്കിയിട്ടാണ് ഈ ഫലം ഗണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാമാന്യ ഫലങ്ങളിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രം മിഥുനക്കൂറിലാണ് ഉൾപ്പെടുന്നത്. ഇപ്പോൾ ശനി 9, രാഹു 10, വ്യാഴം 12. ഇതാണ് നിലവിലുള്ള ഗ്രഹാവസ്ഥ. അപ്പോൾ ഗുണവും ദോഷവും കലർന്നുള്ള അനുഭവങ്ങളായിരിക്കും തുടക്കത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ കുടുംബത്തിൽ അത്ര നല്ല സ്വസ്ഥത എന്ന് പറയാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു വർഷമാണ്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം നിലവിലുള്ള ജോലിയിൽ സ്ഥാനക്കയറ്റം, കോടതി കേസുകളിൽ വിജയം, ശത്രുനാശം ഇതൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് നമുക്ക് സാമാന്യ ഫലമായിട്ട് പറയുന്നത്. ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ കുറച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. വീഴ്ചകൾ മുഖേന മുറിവോ ചതവോ ഒക്കെ ഉണ്ടാകാം. ശത്രുഭയം ഉണ്ടാകാം. അതായത് ഈ ജോലി സ്ഥലത്തൊക്കെ നമ്മുടെ സഹപ്രവർത്തകർ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ജോലി എന്ന് പറഞ്ഞാൽ അവരുടെ ഓഫീസ് ജോലി എന്ന് മാത്രമല്ല, നമ്മൾ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിപണനങ്ങളിൽ വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിലും ശത്രുഭയം ചെറിയ തോതിൽ ഉണ്ടാകാം. സഹോദരസ്ഥാനത്തുള്ളവർക്ക് കാലം അത്ര അനുകൂലമല്ല. എന്നാൽ ജോലി തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അധ്വാനം കൂടുതലും വേതനം കുറവുമായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടാകാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാം. ജോലിയിൽ ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും നല്ല രീതിയിൽ ജോലി പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അത് പിന്നീടുള്ള കരിയറിൽ വളരെ ഗുണം ചെയ്യുന്നതാണ്. നല്ല ജോലി ചെയ്യുന്നവൻ എന്നൊരു സൽപ്പേര് നേടിയെടുക്കാനായിട്ട് ഈ സമയത്ത് സാധിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ച്, ഇപ്പോൾ തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര മനസ്സിനത്ര തൃപ്തി കാണുകയില്ല. കാരണം ജോലി വളരെ കൂടുതലും ശമ്പളം കുറവുമായിരിക്കും അനുഭവപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയാനിടയുള്ള ഒരു കാലഘട്ടമാണ്. നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടികൾക്ക് പോലും ഈ സമയത്തൊരല്പം മനസ്സൊന്ന് ചഞ്ചലിപ്പ് ഉള്ളതായിട്ട് അനുഭവപ്പെടും. ഒരു ആശങ്കയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് മനസ്സ് മാറിപ്പോകുന്നതായിട്ടൊക്കെ അനുഭവപ്പെടും. കുടുംബ ബന്ധുക്കളുമായിട്ടും അതുപോലെ തന്നെ അന്യ ജനങ്ങളുമായിട്ടുമൊക്കെ കലഹത്തിന് സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലം അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക, ധനനഷ്ടം സംഭവിക്കുക തുടങ്ങിയവയൊക്കെ ഉണ്ടാകാം. ചിലർക്ക് കേസ് ഒക്കെ നേരിടേണ്ടി വരാം. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം വ്യാപാരത്തിൽ ന്യായമായിട്ടുള്ള വരുമാനം പ്രതീക്ഷിക്കാം. പക്ഷേ ചെലവ് കൂടുതലായിരിക്കും. 4ാം ഭാവത്തിൽ കേതു വരുന്നത് വീട്ടിൽ അസമാധാനം ഉണ്ടാക്കാനായിട്ട് കാരണമാകും. സമാധാനക്കുറവ് ഉണ്ടാകാം. വാഹനം ഉപയോഗിക്കുന്നതിൽ കരുതൽ വേണ്ട കാലമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. മകരമാസത്തിന് ശേഷം സാമാന്യം ഗുണകരമായ കാലഘട്ടമാണ്. രാഷ്ട്രീയ വിജയത്തിന് സാഹചര്യമുണ്ടാകും. ദാമ്പത്യത്തിൽ സ്വസ്ഥതയും ഐക്യമൊക്കെ തിരിച്ച് ലഭിക്കുന്നതാണ്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം സാമാന്യം ഗുണകരമായ അനുഭവമാണ്. വിഷുവൊക്കെ കഴിയുമ്പോഴത്തേക്കും കൂടുതൽ മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മീയ താല്പര്യം, ഈശ്വരവിശ്വാസം വർദ്ധിക്കുക, പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മതപരമായിട്ട് അവർ വിശ്വസിക്കുന്ന പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ സാധിക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുക, സുഹൃത്തുക്കൾ മൂലം ഗുണമുണ്ടാകുക, പുതുവസ്ത്ര ലാഭം, ആഭരണ ലാഭം ഇതൊക്കെ ഉണ്ടാകാം. വ്യാഴവും ശുക്രനും ജാതകത്തിൽ അനുകൂലമല്ലെങ്കിൽ ചില അപമാനങ്ങളൊക്കെ നേരിടേണ്ടി വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വ്യാഴവും ശുക്രനും അനുകൂലമാണെങ്കിൽ ഈ വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം ഗുണകരമായ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വർഷത്തിൻ്റെ 2ാമത്തെ പകുതിയിൽ ഇഷ്ടപ്പെട്ട പങ്കാളിയെ സ്വന്തമാക്കാനുള്ള അവസരമുണ്ടാകും. അതായത് വിവാഹമൊക്കെ നടക്കുക, ഇഷ്ടപ്പെട്ട വിവാഹം, പല പ്രകാരത്തിൽ ധനവരവുണ്ടാകുക, തൊഴിൽ ലാഭം ഉണ്ടാകുക, ഇതൊക്കെ
സാധിക്കുന്നതാണ്. കുടുംബസ്ഥരായിട്ട് ജീവിക്കുന്നവർക്ക് സന്താനങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന രീതി സ്ഥലം മാറ്റമൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അത്ര ഗുണകരമല്ല. കാരണം വർഷത്തിൻ്റെ ആദ്യ പകുതി 3/4 ഭാഗത്തോളം 12-ലാണ് വ്യാഴം നിൽക്കുന്നത്. പിന്നീട് അത് ജന്മക്കൂറിലേക്ക് വരുന്നു. അപ്പോൾ ഈ ജന്മവ്യാഴവും 12-ൽ വ്യാഴവും രണ്ടും ഗുണകരമല്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ അല്പം ദോഷഫലം കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ജന്മവ്യാഴം എന്ന് പറയുന്നത് മനോദുഃഖമാണ്. 12-ൽ വ്യാഴം എന്ന് പറയുന്നത് ധനച്ചെലവ് വർദ്ധിക്കുകയും ഒരു തരത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തടസ്സങ്ങൾ വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ശനി ക്രമേണ 10-ലേക്ക് വരുന്നുണ്ട്. എങ്കിലും അതും അത്ര ഗുണകരമല്ല. ശനി 9-ൽ നിൽക്കുന്നതാണ് അതിലും ഗുണകരമായിട്ടുള്ളത്. അതുപോലെ തന്നെ രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും മാറുമ്പോൾ തൊഴിൽ രംഗത്ത് പല പല മാറ്റങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ സാമാന്യമായ അനുഭവങ്ങൾ. ഒരുപാട് പറയാനുണ്ട്, അതെല്ലാം വളരെ ദീർഘിച്ചു പോകുന്നതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് പരിഹാര കർമ്മങ്ങളിലേക്ക് നോക്കാം. മഹാദേവ ക്ഷേത്രത്തിലെ മഹാമൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് ഈ വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങളോ അല്ലെ ആപത്തുകളോ വാഹനം മൂലമുള്ള ധനവ്യയം ഒഴിവാക്കാനോ ഒക്കെ സഹായിക്കും. കാരണം ഈ ഒരുപാട് ആപത്തുകൾ, ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ആപത്തുകളിൽ നിന്നൊക്കെ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടുന്നതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കഴിയുന്ന അത്ര ദിവസങ്ങളിൽ മഹാദേവ ക്ഷേത്രത്തിൽ പോവുക. ആൽപ്രദക്ഷിണം കൂടെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഗണപതിക്കും സർപ്പദൈവങ്ങൾക്കും പൂജകൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ചെറിയ വഴിപാടുകൾ ചെയ്താൽ മതി, അതൊക്കെ ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. തിരുവാതിര, ചോതി, ചതയം ദിവസങ്ങളിൽ കാവുകളിൽ വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. രാഹു കേതുക്കളുടെ ദോഷങ്ങൾ മാറാനായിട്ട് അത് വളരെ ഗുണപ്രദമാണ്. തിരുവാതിരയും ചോതിയും ചതയവും അത് ജന്മാനുജന്മ നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങളിൽ ഏതിലെങ്കിലും പോയിട്ട് സർപ്പക്കാവുകളിൽ വഴിപാട് ചെയ്യുക. ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒരു മഞ്ഞൾപ്പൊടി വാങ്ങിച്ച് നടയ്ക്കൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ച് നാണയങ്ങൾ സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്താൽ മതി. നമുക്ക് കഴിയുന്ന വഴിപാട് ചെയ്താൽ മതി. നമ്മുടെ മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കാണ് ഫലം പൂർണ്ണമായിട്ടും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ഗുണകരമായ ഫലങ്ങളാണ് അവർക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.